വാങ്ങിച്ചതുകൊണ്ട് 5 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊരു ഗ്ലോബൽ എത്തിക്കൽ മാനിഫെസ്റ്റോയാണ്. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ എത്തിക്കൽ മാനിഫെസ്റ്റോയാണ്. ഇതൊരു മോറൽ കോമ്പസാണ്. സഭ അല്ലെങ്കിൽ ഏതൊരു സമൂഹവും ഒരു ലൈറ്റ് ഹൗസായി നിന്നുകൊണ്ട് മാനവ സമൂഹത്തിന് ഒരു മാർഗരേഖ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചാക്രിക ലേഖനം പുറത്തു വന്നിട്ടുള്ളത്. സൂര്യൻ ഉണരുന്നതും ഉറങ്ങുന്നതും എന്ന കണക്കെ തന്നെ മനുഷ്യനും ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. വ്യവസായ വിപ്ലവത്തോടു കൂടി തന്നെ മനുഷ്യനിർമ്മിതമായ പ്രകാശത്തിൽ രാവും പകലും തൊഴിലെടുക്കുവാൻ തുടങ്ങി. പക്ഷേ അതിനകത്ത് കുട്ടികളും സ്ത്രീകളും തൊഴിലാളികളുമൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ലിയോ 13 പാപ്പ റേരും നൊവാരും പുറപ്പെടുവിച്ചത്. റെഡ്യൂസ് ദ കോസ്റ്റ്, ഇൻക്രീസ് ദ പ്രോഫിറ്റ്. അതായിരുന്നു വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു തരത്തിലുള്ള മോട്ടോ. അതിനെതിരെ ചെറുക്കുവാനായിട്ടാണ്, ബോധവൽക്കരിക്കാനാണ് ഇപ്രകാരം ഒരു ചാക്രിക ലേഖനം ഉണ്ടായത്. പക്ഷേ AI റവല്യൂഷനോട് കൂടി തന്നെ അതിൻ്റെ ആഘാതങ്ങൾ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ലിയോ പാപ്പ 14 ഇങ്ങനെയൊരു ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുകയാണ്. അത് നമ്മിൽ ഏൽപ്പിക്കാവുന്ന പ്രഹരം, ഭീഷണി, അത് നമ്മിൽ വന്ന് ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാഹ്വാനം എന്ന നിലയിൽ നമ്മളോട് ഒരു മാർഗരേഖ തരുകയാണ്. സിലിക്കോൺ വാലിയിൽ ആന്ത്രോപ്പിക് ആണ് സത്യത്തിൽ AIയുടെ ഏറ്റവും വലിയ ആസ്ഥാനമായി കാണുന്നത്. അമേരിക്കൻ ഗവൺമെൻറ് സിലിക്കോൺ വാലിയിലെ ആന്ത്രോപ്പിക് എന്ന് പറയുന്ന ഈ AIയുടെ എല്ലാ സാധ്യതകളെയും സാങ്കേതിക സാധ്യതകളെയും യുദ്ധത്തിന് വേണ്ടി ചോദിക്കുകയും അതിന് ഉപകാരപ്പെടുത്തുവാൻ അവരപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആന്ത്രോപ്പിക് നിരസിക്കുകയാണ് ചെയ്തത്. അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള സാങ്കേതിക മികവ് ഈ ഗവൺമെൻറ് മേടിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേലും US ഒക്കെ തന്നെ ഇപ്പോൾ AIയുടെ സാധ്യതയോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വയമേ നിയന്ത്രിക്കാവുന്ന ഈ യുദ്ധോപകരണങ്ങൾ അതിൻ്റെ യാത്രാമധ്യേ തന്നെ അതിൻ്റെ പദം, അതിൻ്റെ ഗതി അതിന് കണ്ടുപിടിക്കുവാനും അതേസമയം മറ്റ് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തുവാൻ സാധ്യമായ മികവാണ്, സാങ്കേതിക മികവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആമസോൺ ചിന്തിക്കുന്നത് 2033 കൂടി 300 മില്യൺ ജനങ്ങളെ മാറ്റി യന്ത്രവൽകൃതമായ സഹായത്തോടെ സാങ്കേതിക മികവോടുകൂടി മനുഷ്യനെ മാറ്റി നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് തൊഴിലിൻ്റെ മഹത്വത്തെപ്പറ്റി പിതാവ് സംസാരിക്കുന്നത്. തൊഴിലൊരു ഉപജീവനം മാത്രമല്ല, അതൊരു അതിജീവനമാണ്, അതൊരു സാഹോദര്യമാണ്, അതൊരു പാരസ്പരികത വളർത്തിയെടുക്കേണ്ട മറ്റൊരു മേഖലയാണ്. തൊഴിലില്ലാത്ത ജീവിതം അതൊരു വലിയ ഭീകരമായിട്ടുള്ള ഒരു സമൂഹമായി മാറും, അതൊരു ദുരന്തമായ ഒരു സമൂഹമായി മാറുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് സാഹോദര്യത്തെ അവരവരുടെ കഴിവനുസരിച്ചുള്ള സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ നടത്തുവാൻ ഓരോ മനുഷ്യനും തൊഴിൽ ഉപാധിയായി മാറുന്നത് കൊണ്ട് തൊഴിൽ എല്ലാ മനുഷ്യർക്കും വേണം. അത് ജീവിത അന്തസ്സ്, മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാൻ തൊഴിൽ ആവശ്യമാണ് എന്ന് വരുന്നിടത്താണ് ഇത്രയധികം ജോലികൾ സാങ്കേതിക വിദ്യയിലൂടെ നടത്താമെന്ന് വിചാരിക്കുന്നത്. മേരി ഷെല്ലി എന്ന് പറയുന്ന എഴുത്തുകാരി സർഗാത്മകമായിട്ടുള്ള ഒരു ഭാവന കൊണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവൽ എഴുതുകയും, അത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഈ നോവലിൽ, അതിലൊരു ഭീകരസത്വത്തെ സൃഷ്ടിക്കുകയും അങ്ങനെ മനുഷ്യനെ ദുരന്തത്തിലേക്ക് അവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു സയൻസ് ഫിക്ഷനാണ്. അതുതന്നെയാണ് AIയിലും ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിതാവ് ഈ തരത്തിലുള്ള ഒരു ഭീകരസ്വത്വമായി AI നമുക്ക് ഭവിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്.
യന്ത്രം നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നാം യന്ത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ലോകം തന്നെ മതി എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എത്രയൊക്കെ കാര്യക്ഷമത ഈ യന്ത്രത്തെക്കാൾ കുറവായാൽ പോലും ആ കുറവുകളോടുകൂടി തന്നെ മനുഷ്യൻ അവൻ്റെ എല്ലാ വികലതകളോടും അവൻ്റെ എല്ലാ പരിമിതികളോടും കൂടെ തന്നെ അവൻ്റെ എല്ലാ മുറിവുകളോടും എല്ലാം കൂടെ തന്നെ അവൻ്റെ ജീവിതത്തെ, ആ ജീവിതത്തിൻ്റെ ഭാഗതയത്തെ അംഗീകരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ പ്രെഡിക്കമെൻ്റ്, ഹ്യൂമൻ പ്രെഡിക്കമെൻ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും അവൻ്റെ മുറിവുകളോടും അവൻ്റെ വിഹുലതകളോടും അവൻ്റെ എല്ലാ വിഷമങ്ങളോടും ഒക്കെ സ്വീകരിക്കാം, ആശ്ലേഷിക്കണം. അതാണ് വേണ്ടത് ജീവിതം. കാര്യക്ഷമത മാത്രമല്ല, പുരോഗതി മാത്രമല്ല ജീവിതം. നമ്മുടെ ലക്ഷ്യം പുരോഗതിയാണോ? എന്തിൻ്റെ പുരോഗതിയാണ്? ഏത് തരത്തിലുള്ള പുരോഗതിയാണ്? പുരോഗതി മാത്രമാണോ മനുഷ്യൻ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങൾ കൂടി, അതൊക്കെ ഉത്തരം കിട്ടാത്ത സമസ്യയായി നിലനിൽക്കെ തന്നെ അത്തരം സമസ്യകൾ തന്നെ ജീവിതത്തിൽ നിലനിൽക്കും. മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം അതിന് ഉത്തരമില്ലാതിരിക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സാങ്കേതിക കാര്യക്ഷമത മാത്രം പോരാ എന്നുള്ള കാര്യം കൂടി പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തെൽഹാഡി ഷാദാൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പ്രെയർ ഓഫ് ട്രസ്റ്റ്. പ്രെയർ ഓഫ് ട്രസ്റ്റ് പറയുന്നത് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ വിഷമസന്ധികളിലും അനിശ്ചിതത്വങ്ങളിലുമൊക്കെ ദൈവം കരം പിടിച്ച് നമ്മൾ നടത്തും. അങ്ങനെ നടത്തുമെന്നുള്ള ഉറപ്പാണ്, ബോധ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ബോധ്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഷാദാൻ പറയുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നാം എങ്ങോട്ടാണ് ഓടുന്നത്? അതുകൊണ്ട് ദി ആർട്ട് ഓഫ് സ്ലോ ലിവിങ്, അങ്ങനെ സാവകാശം നമുക്ക് വേണം. കാലവിളംബം നമ്മളിൽ സംഭവിക്കണം. അപ്പോൾ മാത്രമേ ജീവിതം ധന്യമാകുന്നുള്ളൂ. നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, മനുഷ്യരോടൊപ്പം ചിലവഴിക്കുവാൻ സാവകാശമായ സമയം വേണം. ഇതൊക്കെയാണ് പിതാവ് നമ്മളോട് പറയുന്നത്. ഞാൻ രണ്ട് ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പ്രതാപൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ അസംഖ്യം മുട്ടകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. അതിന് മുകളിൽ ബൾബുകൾ അനേകം. അത് നെറ്റിനുള്ളിലാണ്. അതിന് പുറത്ത് ഒരു കോഴിയമ്മ, അതിൻ്റെ പേര് മദർഹുഡ് ഡിനൈഡ് എന്ന് പറയുന്ന ഒരു ചിത്രമാണത്. ഇങ്ങനെ പരമ്പരകളായിട്ടുള്ള ഉൽപ്പാദനത്തിന് വേണ്ടി ഇത്രമേൽ ശാസ്ത്രീയമായ നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, ഇത്രയധികം ജനസംഖ്യയുണ്ട്. അത്തരത്തിലാണ് സാങ്കേതികവിദ്യ നമ്മെ സഹായിക്കുന്നത്. പക്ഷേ ഇവിടെ മദർഹുഡ് ഡിനൈഡ് എന്ന് പറഞ്ഞ് കോഴിയമ്മ പുറംതിരിഞ്ഞു നിൽക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ട മാതൃത്വത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ചിത്രം നമ്മളോട് പറയുന്നത്. അതുപോലെ എപ്രകാരമാണോ സാങ്കേതികവിദ്യ ഉൽപ്പാദനത്തിനും ഉപഭോഗത്തിനും മാത്രം ഉപയോഗിക്കുക മാത്രമല്ല ജീവിതം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ കോഴിയമ്മയെ എപ്രകാരമാണ് മദർഹുഡ് ഡിനൈഡ് എന്ന് പറയുന്ന ആ ഒരു വിങ്ങൽ എല്ലാ മനുഷ്യനും ഉണ്ടാകുകയാണ്. അതുകൊണ്ട് നിരായുധീകരിക്കുകയാണ് ആവശ്യമെന്ന് പറയുകയാണ്. നിരായുധീകരിക്കുക, അത് നമ്മളെ പ്രഹരമേൽപ്പിക്കാതെ. ഒരിക്കലും ന്യൂട്രൽ അല്ല. അതെല്ലാ തരത്തിലുമുള്ള പ്രത്യയശാസ്ത്രങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിന് സ്വാധീനം നമ്മുടെ ചിന്തയിലുണ്ട്. അതോടൊപ്പം തന്നെ അധികാരത്തിൻ്റെ കൂടെ മാത്രം മതം നിന്നാൽ പോയാൽ മതം മാനവികതയുടെ കൂടെ നിൽക്കണമെന്ന് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടതുപോലെ നമുക്ക് രണ്ട് വഴിത്തിരിവാണുള്ളത്. നമ്മളുടെ സ്വാർത്ഥതയുടെ, താൻപോരിമയുടെ ദുരന്ത ഗോപുരം പണിയുക, എന്നിട്ട് ആത്മാവില്ലാത്ത സാങ്കേതിക ആധിപത്യത്തിന് നാം കീഴടങ്ങുക, അല്ലെങ്കിൽ പാരസ്പര്യത്തിൻ്റെ പട്ടണം ദൈവത്തിനും നമുക്കുമായി പണിതുയർത്തുക. നിങ്ങൾക്ക് നന്ദി.